ശബ്ദമുഖരിതമായ രാഷ്ട്രീയ സാംസ്കാരിക പരിസരത്ത് വെച്ച് സ്വന്തത്തിലേക്ക് ചുരുങ്ങിയിരുന്ന് സ്വന്തത്തോടും സമൂഹത്തോടും ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയുക എന്നത് കാലിക പ്രസക്തിയുള്ള ഒരു സംഗതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള ഈ ഒരു സായാഹ്നം നാം നടത്തുന്നതും. ഇസ്ലാമിക ശരീഅത്തിൻ്റെ വളരെ സവിശേഷമായ ഭാഗം അത് മനുഷ്യൻ്റെ നന്മ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. ഭൗതികമായും ആത്മീയമായും മനുഷ്യൻ്റെ പ്രകൃതം മനസ്സിലാക്കി അവൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള വിധിവിലക്കുകളും കർമ്മ പരിപാടികളുമാണ് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ ആത്മാവ്. അത് അടിസ്ഥാനപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ രണ്ടു സങ്കല്പങ്ങളിലാണ്. ഒന്ന് ഏക ദൈവസങ്കല്പം, തൗഹീദ് എന്ന് നേരത്തെ അഹമ്മദ് കുട്ടി മദനിയും CP-യും എല്ലാം ആവർത്തിച്ച വളരെ അടിസ്ഥാനപരമായ കാര്യം. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഏക മാനവികത എന്നതും മനുഷ്യർ ഒന്നാകുന്നു എന്നതും ജാതി മത വർണ്ണ ലിംഗ വൈവിധ്യങ്ങൾക്കതീതമായി എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രയാണമാണ് മതം ആഗ്രഹിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഖുർആൻ അത് വളരെ മനോഹരമായി നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. വ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും ഫഅ്ബുദൂൻ. നിങ്ങളുടെ ഉമ്മത്ത് ഒരു ഉമ്മത്താണ്, ഒരേ സ്വഭാവ പ്രകൃതങ്ങളുള്ള വിവിധ വൈവിധ്യങ്ങളുള്ളവരാണെങ്കിലും ഒരേ ദിശയിലേക്കും ലക്ഷ്യത്തിലേക്കും നീങ്ങാവുന്ന രൂപത്തിലാണ് ഈ സാമൂഹിക ഘടനയെ അള്ളാഹു രൂപപ്പെടുത്തിയത്. വ അന റബ്ബുക്കും, അള്ളാഹുവാണ് റബ്ബ്. അപ്പോൾ ഏകനായ പടച്ചവൻ, ഏകനായ അള്ളാഹു, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ പടപ്പുകളായ ഈ മനുഷ്യരൊക്കെ ഒരു മനസ്സോടുകൂടെ പ്രവർത്തിക്കണം എന്നതാണ് മാനവികതയുടെ ഏറ്റവും നല്ല പ്രഖ്യാപനമായി ലോകത്തെ ഇസ്ലാം കേൾപ്പിക്കുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളാണ് മതം നിശ്ചയിക്കുന്നത്. ഒന്ന് മനുഷ്യനും അള്ളാഹുവുമായുമുള്ള ബന്ധം, അതാണ് ഇവിടെ പറഞ്ഞ തൗഹീദ് ഉൾപ്പെടെയുള്ള ആരാധനകളും മറ്റും ഉറപ്പിക്കുന്നത്. മറ്റൊന്ന് മനുഷ്യനും മനുഷ്യനുമായുമുള്ള ബന്ധം. അവിടെയാണ് മതത്തിൻ്റെ മാനവിക മുഖം നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന എന്തെല്ലാം പെരുമാറ്റ മര്യാദകളുണ്ടോ, ഇടപാടുകളുണ്ടോ, സമീപനങ്ങളുണ്ടോ, അവയിലെല്ലാം ഈ പറഞ്ഞ മാനവികത പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നൽ കൊടുത്തിട്ടുണ്ട്. സ്വഹാബിമാരായ അബൂദറുൽ ഗഫാരിയും അമ്മാർ ഇബ്നു യാസിറും ബിലാൽ റളിയല്ലാഹു അൻഹുവും സുഹൈബ് റൂമിയുമൊക്കെ നിറത്തിൻ്റെയും അടിമയായതിൻ്റെയും പേരിൽ അധമത്വം കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്നായിരുന്നു ഇസ്ലാം അവരെ ചേർത്ത് പിടിച്ചത്. ആ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞത് ഈ പറഞ്ഞ മാനവികതയുടെ ഉദാത്തമായ പാഠങ്ങൾ റസൂലുള്ളാഹിയിലൂടെ അവരിലൂടെ പ്രാവർത്തികമാക്കി എന്നതാണ്. ആ ചരിത്രം ഇന്നും തങ്കലിപികളിൽ ലോക ചരിത്രത്തിൽ എഴുതിപ്പെക്കപ്പെട്ടിരിക്കുന്ന അതുല്യമായ മാനവികതയുടെ പാഠങ്ങളായിട്ടാണ് ചരിത്രമെല്ലാം ആവർത്തിക്കുന്നത്. ആ രൂപത്തിലുള്ള ഒരു സങ്കല്പമാണ് നമുക്കും വേണ്ടത്. നാം ജീവിക്കുന്ന ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയുടെ 5-6 ഇരട്ടി ജനസംഖ്യയുള്ള ലോകമെമ്പാടും ആളുകളെ ചേർത്ത് പിടിക്കുവാൻ, പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ, മാനവികതയ്ക്ക് പരിക്കേൽക്കാതിരിക്കാൻ ഏറ്റവും നല്ല ഒറ്റമൂലി ഇസ്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിന് മാത്രമേ അങ്ങനെ പറയാനും കേൾപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ.
പല തരത്തിലുള്ള ആരാധനകൾ മതത്തിലുണ്ട്. നമസ്കാരം എടുക്കാം, അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു എന്നല്ലാതെ അതിൻ്റെ വിശദീകരണങ്ങളോ നിബന്ധനകളോ ഒന്നും ഖുർആൻ പറയുന്നില്ല. പക്ഷേ മാനവികതയ്ക്ക് പ്രശ്നം വരുമ്പോൾ, മനുഷ്യ പെരുമാറ്റങ്ങൾക്ക് ഭംഗം വരുമ്പോൾ ഖുർആൻ കടുത്ത ഭാഷയിലാണ് പറയുന്നത്. കാഴ്ച പരിമിതിയുള്ള ഒരു മനുഷ്യൻ നബിയെ കാണാൻ വന്നു. അദ്ദേഹത്തെ പരിഗണിക്കാൻ 5-6 മിനിറ്റ് വൈകിയതേയുള്ളൂ. അപ്പോഴേക്കും 5-10 ആയത്തുകൾ ടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഒരധ്യായത്തിൻ്റെ ആദ്യ ഭാഗം. നമസ്കാരത്തെപ്പറ്റി വിശദീകരണം നൽകാത്ത ദൈവീ ഗ്രന്ഥം കടുത്ത ഭാഷയിൽ പറഞ്ഞത് മാനവികതയ്ക്ക് പരിക്കേൽക്കുമ്പോഴാണ്. അത് നബിയാണെങ്കിൽ പോലും നിസ്സാരമല്ല എന്ന് അദ്ദേഹത്തെ ഉണർത്തുകയും ചെയ്തു. ഈ രൂപത്തിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കി നിർത്തുക എന്നതാണ് മാനവികതയുടെ അടിസ്ഥാന ഭാഗമായി ഖുർആൻ കാണുന്നത്. നമ്മളെപ്പോഴും കേൾക്കാറുള്ള യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ എന്ന് തുടങ്ങുന്ന ആ വചനം പ്രസക്തമാണ്. മനുഷ്യർ വിവിധ രൂപത്തിലും ഭാവത്തിലും വൈവിധ്യങ്ങളുമായിട്ടാണ് അവർ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. എല്ലാവരെയും ഏക മുഖ സംസ്കാരമുള്ളവരാക്കി മാറ്റാൻ സാധിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ നിശ്ചയക്രമത്തിൽ പെട്ടതുമല്ല. പക്ഷേ ഈ വൈവിധ്യമെല്ലാം ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വൈവിധ്യത്തിന് നിലനിൽപ്പില്ല. ലി തആറഫു, പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം ഉൾക്കൊള്ളുക. അതിനപ്പുറത്തേക്ക് ഭാഷയോ ജാതിയോ മതമോ ഒന്നും വളരാൻ പാടില്ല എന്ന ഒരു ബോധമാണ് ആധുനിക ലോകത്തിന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് മതത്തിന് പറഞ്ഞു കൊടുക്കുവാനുള്ളത്. വൈവിധ്യം അതാണ് എല്ലാമെല്ലാം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നാം പണ്ട് പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഭംഗി വാക്കല്ല. നമ്മുടെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ പൈതൃക സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ അത് വിളിച്ചു കേൾപ്പിക്കുന്നത്. വൈവിധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പരസ്പരം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നതിന് പ്രസക്തിയും ഉണ്ടാവുന്നുള്ളൂ. കുറച്ച് സിമൻറ്റ് നമുക്കിവിടെ കൊണ്ടുവരാം. 5-6 സാക്ക് സിമൻറ്റ് ഇവിടെ കൊണ്ടിട്ടാൽ 2 ആഴ്ച കഴിഞ്ഞാൽ അത് കട്ട പിടിച്ച് ഉപയോഗശൂന്യമാകും. ഓക്കെ, കുറച്ച് മണലും നമുക്ക് ശേഖരിക്കാം. അതും അശ്രദ്ധമായി വിട്ടാൽ മഴ വന്ന് ഒലിച്ചുപോയി, കാറ്റടിച്ച് പറന്നുപോയി നശിക്കും. കുറച്ച് സ്റ്റീൽ, ഇരുമ്പ് കമ്പിയും നമുക്ക് വെക്കാം. അതും അശ്രദ്ധമായി വിട്ടാൽ 2-3 ആഴ്ച കൊണ്ട് തുരുമ്പെടുത്ത് നശിച്ചു പോകും. എന്നാൽ ഇവയെല്ലാം കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് സിമൻറ്റും മെറ്റലും മണലും വെള്ളവുമൊക്കെ മിശ്രിതമാക്കി കമ്പി കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താലോ, അവിടെയാണ് ഉറപ്പും ഭംഗിയും ഭദ്രതയും ഉള്ളത്. 100-200 നില ആകാശം മുട്ടി നിൽക്കെ ഉണ്ടാക്കാൻ അതിലൂടെ കഴിയും. ബുർജ് ഖലീഫയും ക്ലോക്ക് ടവറുമൊക്കെ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതാണ് വൈവിധ്യത്തിൻ്റെ ശക്തി. നേർക്കുനേരെ ഒരു പൊരുത്തവുമില്ല, ബന്ധവുമില്ല എന്ന് വിചാരിക്കുന്ന ഘടകങ്ങൾ കൃത്യമായ അനുപാതത്തിൽ ചേർന്ന് നിന്നപ്പോൾ ആർക്കും തകർക്കാൻ സാധിക്കാത്ത ഭദ്രതയും സുരക്ഷയും സൗന്ദര്യവും ഉറപ്പു നൽകുകയാണ്. നമ്മുടെ രാജ്യത്തിനും ആ ഒരു ഭദ്രതയാണ് ആവശ്യം. പൗരത്വത്തിൻ്റെ പേരിൽ, SIRൻ്റെ ഒക്കെ പേരിൽ ചിലപ്പോഴൊക്കെ കമ്പി ഊരിയെടുക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു. കമ്പിയില്ലാത്ത കെട്ടിടം മതി എന്നത് അത് നിലനിൽക്കുകയില്ല. അങ്ങനെ ഓരോ ഭാഗം ഊരാൻ ശ്രമിച്ചാൽ കഴിഞ്ഞേക്കും. പക്ഷേ ദേശീയത എന്ന ഇൻ്റഗ്രിറ്റി അതോടുകൂടെ തകർന്നു പോകും. ലോകത്തിൻ്റെയും അവസ്ഥ അതുതന്നെയാണ്. മതത്തിന്
എന്നും പറയാനുള്ളത്, ഏകനായ റബ്ബിൻ്റെ അടിമകളായി മനുഷ്യരായി ജീവിക്കുന്ന എല്ലാവരും വിവിധ മതങ്ങളിലാവാം, സംസ്കാരങ്ങളിലാവാം, വീക്ഷണ വ്യത്യാസമുണ്ടാകാം. എന്നാൽ അവരെയൊക്കെ ഇതുപോലെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ ഭദ്രമായ, സുന്ദരമായ, ശക്തമായ ഒരു സോഷ്യൽ എൻജിനീയറിങ് അതിലൂടെ നമുക്ക് നടത്താൻ സാധിക്കും എന്ന കാര്യമാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്. വസ്സലാമു അലൈക്കും.